കഴിഞ്ഞ പല വീഡിയോകളിലും നമ്മൾ തെക്കേ ഇന്ത്യയിലെ പല വനങ്ങളിൽ നിന്നുമുള്ള വന്യജീവി കാഴ്ചകളും ജൈവ വൈവിധ്യ കാഴ്ചകളും കണ്ടിരുന്നു. സസ്യബുക്കുകളും മാംസബുക്കുകളും മിശ്ര ബുക്കുകളുമായ പല ജീവജാലങ്ങളെയും നമ്മൾ കണ്ടു. പല ജീവികളും പ്രപഞ്ചത്തിൽ വഹിക്കുന്ന നിർണായക പങ്കിനെപ്പറ്റിയും കാണുകയും കേൾക്കുകയും ചെയ്തു. നമ്മൾ കൂടുതലായി മറ്റു വനപ്രദേശങ്ങളും അവിടുത്തെ വന്യജീവികളെയും പ്രകൃതിയും കാഴ്ചകളും ഇന്ന് കാണുവാൻ തുടങ്ങുന്നു. ഈ മനോഹര വനപ്രദേശത്തെ നിരവധി ജീവജാലങ്ങളെ നമുക്ക് കാണാം. കാട്ടിൽ വളരുക എന്നതിൻ്റെ അർത്ഥമെന്താണെന്നും ഇവിടെ സന്ദർശിക്കുവാൻ എന്താണ് വേണ്ടതെന്നും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കൂടെ ഞങ്ങൾ വനത്തിൽ താമസിച്ച പ്രദേശത്തെ ചില കാഴ്ചകൾ കൂടി പങ്കുവയ്ക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. സാധ്യമെങ്കിൽ വലിയ സ്ക്രീനിൽ കാണുവാൻ ശ്രമിക്കുക. മനോഹര വന്യജീവി കാഴ്ചകൾ നിങ്ങൾ തീർച്ചയായും ആസ്വദിക്കും. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. പുതിയൊരു യാത്രാ വീഡിയോയിലേക്കും അതോടൊപ്പമുള്ള വന്യജീവി കാഴ്ചകളിലേക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിങ്ങൾ മുത്തങ്ങ വനത്തിലൂടെ ബന്ദിപ്പുരയിലേക്കുള്ള യാത്രയിലും ബന്ദിപ്പുര വനത്തിലെ സഫാരിയും ഈ പ്രദേശത്തെ അത്യാകർഷകമായ വന്യജീവി കാഴ്ചകളും ബന്ദിപ്പുര വനത്തിലുള്ള താമസ കാഴ്ചകളും കാണുന്നു. കൂടും വനത്തിനുള്ളിൽ ഇവിടെ താമസിച്ച് ഇവിടുത്തെ വന്യജീവികൾ നമ്മുടെ കോട്ടേജിന് മുമ്പിൽ വന്ന് നിൽക്കുന്ന മനം മയക്കുന്ന കാഴ്ചകളും കാണാം. ഇവിടെ സന്ദർശകർ താമസിക്കുന്നുവെങ്കിലും ഈ വനത്തെ അതിൻ്റെ പരിശുദ്ധിയോടെ പരിപാലിക്കുവാൻ കർണാടക വനം വകുപ്പ് ഏറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പ്രകൃതി സ്നേഹികൾക്കും മനോഹരമായ ഒഴിവു ദിവസങ്ങൾ തേടുന്നവർക്കും ഇതൊരു സമ്പൂർണ്ണ പറുദീസയാണ്. ഇത്തവണ എൻ്റെ ഈ യാത്രയിൽ എന്നോടൊപ്പം ചേരുന്നത് എൻ്റെ ജീവിത പങ്കാളിയായ രാജി ആണ്. രാജിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവളുടെ ആദ്യ കാനനയാത്രയാണ്. ആദ്യത്തെ ഫോറസ്റ്റ് സഫാരിയാണ് ഇന്നവൾ ബന്ദിപ്പൂരിൽ നടത്താൻ പോകുന്നത്. പലപ്പോഴും എൻ്റെ യാത്രകളിൽ കൂടെ ചേരുവാൻ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും സാഹചര്യങ്ങൾ ഒത്തു വന്നിരുന്നില്ല. മാത്രമല്ല, നീണ്ട ദിവസങ്ങൾ ഞാൻ യാത്രകൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളുമൊക്കെ നിർവഹിക്കുന്നത് അവൾ തന്നെയാണ്. താമരശ്ശേരി ചുരം കയറി ഞങ്ങൾ വയനാടിൻ്റെ കവാടം കടന്ന് വയനാട് ജില്ലയിലേക്ക് പ്രവേശിച്ചു. ഏകദേശം 12 മണിയോടുകൂടി ബത്തേരി എത്തി. അവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കാനായിരുന്നു ആദ്യമുള്ള ആലോചന. എന്നാൽ ഇപ്പോൾ സമയം 10 മണി ആയിട്ടേ ഉള്ളൂ. വളരെ നേരത്തെയാണ്. അതുകൊണ്ട് എവിടെയും നിർത്താതെ ഞങ്ങൾ മുത്തങ്ങ വനത്തിലേക്ക് യാത്ര ചെയ്തു. നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് ചെറുമഴ വനത്തിലേക്ക് കയറിയപ്പോൾ തന്നെ തുടങ്ങി. മഴയും മുത്തങ്ങ വനവും
കാട്ടിലൂടെയുള്ള ഈ ഡ്രൈവും ആസ്വദിച്ച് അനുഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കേരളം കടന്നു ഞങ്ങൾ കർണാടകത്തിലെ ബന്ദിപ്പൂർ വനത്തിലേക്ക് കയറി. മഴ ചെറുതായി ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. മഴ നീണ്ടു നിൽക്കുമോ എന്നുള്ള ഒരു ചെറിയ ഭീതിയും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് 4:30 ഞാൻ സഫാരി ബുക്ക് ചെയ്തിരിക്കുന്നു. മഴ പെയ്തെങ്കിൽ അത് കാഴ്ചകൾക്ക് പ്രയാസം സൃഷ്ടിച്ചേക്കാം. ആദ്യം തന്നെ വനത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ കാഴ്ച റോഡ് കുറുകെ കിടക്കുന്ന പുള്ളിമാനുകൾ. ആദ്യമായി ഈ കാഴ്ചകൾ അടുത്ത് നേരിട്ട് കാണുന്ന രാജി നന്നായി ആസ്വദിക്കുന്നു. അതേപോലെ തന്നെ ആനകളെയും വണ്ടിയുടെ മുന്നിൽ കണ്ടേക്കാം. അപ്പോൾ എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഞാൻ യാത്ര തുടങ്ങും മുൻപേ തന്നെ അവളോട് വിശദീകരിച്ചിരിക്കുന്നു. പിന്നീട് വനത്തിൽ നിന്നിറങ്ങി ഞങ്ങൾ കൃഷിപ്പാടങ്ങളും പൂത്തുനിൽക്കുന്ന ബന്ദിപ്പൂക്കളും ഒക്കെ കണ്ട് ചിത്രങ്ങൾ പകർത്തി ഗുണ്ടൽപേട്ടും പിന്നിട്ട് വീണ്ടും ബന്ദിപ്പൂർ വനത്തിലേക്ക് കയറി. ഇതിനിടയ്ക്ക് ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചിരുന്നു. ഇനി ആദ്യം ചെയ്യുവാനുള്ളത് ബന്ദിപ്പൂരിലെ കോട്ടേജിൽ ചെക്ക് ഇൻ ചെയ്യുക എന്നുള്ളതാണ്. സമയം 2 മണി കഴിഞ്ഞിരിക്കുന്നു. 4:30 സഫാരിക്ക് തിരികെ സഫാരി ഓഫീസിലെത്തുകയും വേണം. അതിനാൽ സമയം കളയാതെ നേരെ അവിടേക്ക് വെച്ച് പിടിപ്പിച്ചു. ബന്ദിപ്പൂർ വനത്തിലേക്ക് കയറിയതോടെ ആനകളെ ഉറപ്പായും വഴിയിൽ കാണുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം രാജിയും ആദ്യ വനയാത്രയുടെ ആവേശത്തിലാണ്. കൂടെ മഴയൊന്ന് തോർന്നിരിക്കുന്നു. എന്തെങ്കിലും കാഴ്ചകൾ വഴിയിലുണ്ടോ എന്ന് ഞങ്ങൾ രണ്ടുപേരും നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ വഴിയിൽ ആ സുന്ദര രൂപം വലതുവശത്ത്. ചാരനിറത്തിലുള്ള ഭീമാകാരമായ സൗന്ദര്യം റോഡിന് വലതുവശം കണ്ടു. അത് പാത കുറുകെ കിടക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് മനസ്സിലാക്കി ഞാൻ വണ്ടി നിർത്തി. പതിയെ അവൻ നടന്ന് മുകളിൽ കയറി. കാറിന് മുന്നിൽ കൂടെ ആരെയും ഗൗനിക്കാതെ കുറുകെ കടന്ന് എൻ്റെ കാറിന് ഇടതുവശം വന്നു നിന്നു. അല്പം ഭയത്തോടെയെങ്കിലും നിശബ്ദമായിരുന്ന് രാജി ഈ കാഴ്ചകൾ ആസ്വദിക്കുന്നത് കാണാമായിരുന്നു. ഇതിനുശേഷം സമയം പാഴാക്കാതെ നേരെ ചെന്ന് ചെക്ക് ഇൻ ചെയ്തു. പാപ്പിയ കോട്ടേജാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. മുൻപ് പലതവണ ഇവിടെയുള്ള കോട്ടേജുകളിൽ താമസിച്ചിട്ടുണ്ട്. പുള്ളിമാൻ കൂട്ടങ്ങളും കാട്ടുപന്നികളും ഹനുമാൻ ലങ്കൂറുകളും വളരെയേറെ അവിടെ കറങ്ങി നടക്കുന്നു. രാവിലെ 2 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. വീണ്ടും സഫാരിക്കായി ഇറങ്ങും മുൻപ് അല്പമൊന്ന് വിശ്രമിക്കണം. കോട്ടേജിലേക്ക് കയറി ഒരു കെട്ടിടത്തിൽ തന്നെ 2 റൂമാണ്, പാപ്പിയ 1ഉം പാപ്പിയ 2ഉം. ഇന്ന് ഈ 2 കോട്ടേജിലുമായി ഗസ്റ്റ് ഞങ്ങൾ മാത്രമാണ്. ഒരു റൂം കാലിയാണ്. വളരെ വൃത്തിയായി വിരിച്ചിട്ടിരിക്കുന്ന കിടക്കകൾ, റൂം തൂത്തുവാരി വൃത്തിയാക്കിയിട്ടിരിക്കുന്നു.
എന്നാൽ കിടക്കയുടെ വിരികൾ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ കാണാം പഴകിയതും അവിടെ കീറിയതുമൊക്കെയാണ്. ടോയ്ലറ്റും കഴുകി വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. എങ്കിലും ടാപ്പുകൾ പോലും നന്നായി വെള്ളം വരാത്തവയും പൊട്ടിയൊഴുകുന്നവയും. ഇവിടുള്ള ഏക ആകർഷണം ഈ കോട്ടേജുകൾ വനത്തിനുള്ളിലാണെന്നുള്ളതും വനത്തിനുള്ളിലെ ഈ താമസത്തിൽ ഇവിടെ കിട്ടുന്ന മാംസബുക്കുകളായ മൃഗങ്ങൾ ഉൾപ്പെടെയുള്ള വന്യജീവി കാഴ്ചകളുമാണ്. കാനന സഫാരികളിൽ ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് നല്ല കാഴ്ചകൾ ലഭിക്കുന്നതിൽ സഫാരി ഡ്രൈവർമാർ ഒരു വലിയ പങ്ക് വഹിക്കുന്നു. മാത്രമല്ല അത് ഏതുതരം വാഹനത്തിൽ നമ്മൾ സഫാരി നടത്തുന്നു എന്നതും ഒരു കാരണമാണ്. ബന്ദിപ്പൂരിനെ സംബന്ധിച്ച് ബസ് സഫാരിയും ജീപ്പ് സഫാരിയും ഉണ്ടെങ്കിലും ബസ് സഫാരി നടത്തിയാൽ ഒരു സ്കൂൾ ഉല്ലാസയാത്രയ്ക്ക് പോയ പ്രതീതി ലഭിക്കും. കാരണം കുട്ടികളും വനയാത്രയിൽ നിശബ്ദതയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്ത പല സംസ്ഥാനത്തു നിന്നുള്ള ഉല്ലാസയാത്രക്കാരെല്ലാവരും കൂടെ സഫാരി വളരെ വിരസമാക്കി തീർക്കും. ജീപ്പ് സഫാരിയാണ് ഉത്തമം. എങ്കിലും നമ്മുടെ സഫാരി ഡ്രൈവർ കഴിവുള്ള ആളല്ലെങ്കിൽ അതും വിഫലമാണ്. ബന്ദിപ്പൂർ സഫാരിയിൽ പലപ്പോഴും സഫാരി ഡ്രൈവർമാർ എൻ്റെ സഫാരികൾ നിഷ്ഫലമാക്കി തീർത്തിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ സഫാരി ഓഫീസിലെത്തി. ബുക്കിംഗ് സ്ലിപ്പ് കാണിച്ചു, നമുക്കുള്ള ജീപ്പ് റെഡിയാണ്. ആദ്യ സഫാരിയിലേക്ക് യാത്ര തുടങ്ങുന്ന രാജിയും ഏറെ പ്രതീക്ഷയിലാണ്. ഞങ്ങളുടെ കൂടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു ദമ്പതികളുമുണ്ട്. അവർ ബന്ദിപ്പൂർ കോട്ടേജിൽ തന്നെ താമസിക്കുന്നു. സഫാരി തുടങ്ങി 2 മണിക്കൂറിൻ്റെ സഫാരിയിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും കാര്യമായ കാഴ്ചകൾ ഒന്നും തന്നെയില്ല. സ്ഥിരം കാഴ്ചകളായ മ്ലാവ്, മാന്, ലങ്കൂറുകൾ, മയിലുകൾ ഒക്കെ മാത്രം. ആദ്യ സോണിൽ നിന്ന് ഹൈവേ കുറുകെ കടന്ന് 2ാമത്തെ സോണിലെത്തി. വനത്തിൽ ഒരൽപ്പം കറങ്ങി ഇനി മംഗള ഗ്രാമത്തിലേക്കുള്ള പാതയിലാണ് എത്തിച്ചേരുക. മുന്നിൽ പോയ ജീപ്പ് നിർത്തി നോക്കുന്നു. വേഗം അടുത്ത് ചെന്ന് നമ്മൾ നിർത്തി. ക്രസ്റ്റഡ് ഹോക്ക് ഈഗിൾ നിലത്തിരുന്ന് മഴ പെയ്ത് വഴിയിൽ കിടക്കുന്ന വെള്ളം കുടിക്കുന്ന കാഴ്ച. നിമിഷങ്ങൾക്കുള്ളിൽ മുന്നിലെ സഫാരി ജീപ്പ് ഡ്രൈവർ യാതൊരു മര്യാദയും കൂടാതെ അയാളുടെ ജീപ്പ് ഓടിച്ചു ചെന്ന് ആ പരുന്ത് പറന്നു പോവുകയും ചെയ്തു. അത് ഒരു മരച്ചില്ലയിൽ പോയിരുന്നു. ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ ഗ്രാമപാതയിലേക്ക് ഇറങ്ങുകയാണ്.
അപ്പോഴാണ് ഇടതുവശത്ത് ആനക്കൂട്ടം. വളരെ നേരം ആ കാഴ്ചകൾ ആസ്വദിച്ചിരുന്നു. ആനക്കൂട്ടങ്ങളെ സ്ഥിരം കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ് മംഗള ഗ്രാമത്തിലേക്കുള്ള പാതയിലേക്ക് ഇറങ്ങുന്ന ഭാഗം. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ വിഫലമായതുമില്ല. പലപ്പോഴും ആനകളുടെ വലിയ കൂട്ടങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാവും. കൂടെ കൂട്ടത്തിൽ നിന്ന് ഒരല്പം മാറി നടക്കുന്ന കൊമ്പനാനകളും. ആറരയോടെ സഫാരി തീർന്നു. ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി തിരികെ റൂമിലെത്തി. ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ മുതൽ പെയ്യുവാൻ തുടങ്ങിയ മഴ രാത്രി മുഴുവൻ നീണ്ടു നിന്നു. സഫാരിക്കിടയിൽ നമുക്ക് വേണ്ടി ഉച്ച സമയം മുതൽ മഴ മാറി നിന്ന് തന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് രാവിലെ ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുന്നു. രാവിലെ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് മസനഗുഡിയും കണ്ടിട്ട് കൂർഗിലേക്ക് പോവുകയാണ്. ലങ്കൂറുകളുടെ ശബ്ദം കേട്ട് വെളിയിലേക്കൊന്ന് ഇറങ്ങി നോക്കി ഞാൻ. ആ പ്രദേശം മുഴുവൻ ലങ്കൂറുകൾ. ഇന്നലെ വാതിൽക്കൽ കിടന്നിരുന്ന പുള്ളിമാനുകളും മറ്റ് കാട്ടുപന്നികളുമൊക്കെ അല്പം അകലേക്ക് നടന്നു പോയിരിക്കുന്നു. ലങ്കൂറുകളിൽ ചിലർ നിലത്തിരിക്കുന്നു. ബാക്കിയുള്ളവ മരത്തിന് മുകളിൽ നിന്ന് താഴേക്കിറങ്ങുന്നു. രാത്രിയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് ഇവരെല്ലാം കാട്ടിലേക്ക് ഇന്നത്തെ ഭക്ഷണം തേടി ഇറങ്ങുകയാണ്. വലിയവയും ചെറിയവയും എല്ലാം ചേർന്ന് അതിമനോഹരമായ ഒരു കാഴ്ചയുണ്ട്. ലങ്കൂറുകൾ കൂടുതലും അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങളുമാണ്. അവ ഏറ്റവും സാധാരണമായ വിഷയമായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആകർഷകമായ ഒരു ദൃശ്യമാണ്. കൂടെ അവ നിലത്തിരിക്കുന്നതിനാൽ അത് കൂടുതൽ ഗംഭീരമായിരിക്കുന്നു. 9 മണിക്ക് തന്നെ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ മസനഗുഡി ഭാഗത്തേക്ക് യാത്ര തുടങ്ങി. മയിലുകൾ മഴ നനഞ്ഞ് മരത്തിൻ മുകളിൽ ഇരുന്ന് ശബ്ദമുണ്ടാക്കുന്നു. മറ്റൊരിടത്ത് ഒരു ആൺമയിൽ പീലി വിടർത്തി ആടുന്നു. വീണ്ടും മുന്നോട്ട് ചെന്നു. ഇടതുവശത്തായി ആനക്കൂട്ടങ്ങൾ. പെട്ടെന്ന് തന്നെ അവ നടന്ന് വനത്തിനുള്ളിലേക്ക് കയറിപ്പോയി. ബന്ദിപ്പൂർ വനത്തിൽ ദിവസത്തിൻ്റെ എല്ലാ സമയവും തന്നെ അങ്ങിങ്ങായി എവിടെയെങ്കിലും നമുക്ക് ആനകളെ കാണുവാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവയുടെ സ്വൈര്യവിഹാരത്തിനായി എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നത് പ്രയോജനപ്പെടും. വാഹനങ്ങൾ ഹൈവേയിൽ കൂടെ പോയാൽ മൃഗങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാവുകയില്ല. ഒരു കാട്ടുപന്നി ചെറിയൊരു വെള്ളക്കെട്ടിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് നടന്നകലുന്നു. മസനഗുഡിയിൽ നിന്ന് തിരികെ വരും വഴി വീണ്ടും ആനക്കൂട്ടങ്ങൾ. ആദ്യം ഒരു ആനയെ മാത്രമേ കാണുവാൻ സാധിച്ചുള്ളൂ. പലപ്പോഴും അപകടങ്ങൾ ഇതുപോലെയാണ് സംഭവിക്കുക. ആനകൾ വളരെ ഉണ്ടാവാം. എന്നാൽ അവ വലിയ മരക്കൂട്ടങ്ങളുടെയും കുറ്റിക്കാടുകളുടെയും പിന്നിൽ നിന്നാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരികില്ല. ഏതായാലും ഇവിടെ കൂടുതൽ കാഴ്ചകൾ കണ്ടു നിൽക്കുവാൻ ഇനി നമുക്ക് സമയമില്ല. മുന്നോട്ട് യാത്രകൾ തുടരേണ്ടതുണ്ട്. ഇനിയും പുതിയ കാഴ്ചകൾ, അനുഭവങ്ങൾ ഈ ദിവസം നമുക്കായി കാത്തിരിക്കുന്നു. അവിടേക്ക് നീങ്ങാം. ആ കാഴ്ചകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. Thank you and bye.